നമസ്കാരം. മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ, പ്രിയപ്പെട്ട കലാകാരൻ പ്രേം നസീർ, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഇന്ന് ഈ ഒരു വാരമായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം മരണപ്പെട്ട കാലഘട്ടത്തിന് ശേഷം ആദ്യമായിട്ടാണ് പ്രേം നസീറിനെ കുറിച്ച് ഇത്രയധികം ഇവിടെ ചർച്ച നടക്കുന്നത്. അതിന് കാരണമായത് സിനിമാ നടനും മിമിക്രി കലാകാരനുമായ റിമി ടോം ഒരു വിവാദ പ്രസ്താവന നടത്തിയതാണ്. ആ വിവാദ പ്രസ്താവന സത്യത്തിൽ നസീർ സാറിനെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ഞാനും അതോർത്ത് ഞെട്ടിപ്പോയി. റിമി ടോം പറഞ്ഞത്, പ്രേം നസീറിന് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് സിനിമകളൊന്നും ഇല്ലാതെയായി. അദ്ദേഹം അതുവരെ വെച്ച് വാഴ്ന്നുകൊണ്ടിരുന്ന സ്റ്റാർഡത്തിൽ നിന്നും അദ്ദേഹത്തെ പിന്തള്ളപ്പെട്ടു. ആ നിരാശയിൽ അദ്ദേഹം ദിവസവും മേക്കപ്പൊക്കെ ചെയ്ത് രാവിലെ അടൂർ ഭാസിയുടെയോ ബഹദൂറിൻ്റെയും ഒക്കെ വീട്ടിൽ പോയി വളരെ നിരാശനായി വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. ആ ഒരു വ്യഥ അധികരിച്ചു വന്നാണ് അദ്ദേഹം മരിക്കാനിടയായത് എന്നുള്ള ഒരു പ്രസ്താവനയാണ്. സത്യത്തിൽ എത്രത്തോളം സത്യവിരുദ്ധവും മലയാളികളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്നതുമായ ഒരു പ്രസ്താവനയായിരുന്നു ഇത്. ഇന്നുള്ള സിനിമാ നടന്മാരെ പോലെയല്ല പ്രേം നസീറിൻ്റെ സ്വകാര്യ ജീവിതത്തിലെയും അതുപോലെ തന്നെ സിനിമാ ജീവിതത്തിലെയും ഓരോ നിമിഷങ്ങളും അദ്ദേഹത്തിൻ്റെ ആരാധകർ ഉൾക്കൊണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതിൽ ഏകദേശം 50% ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നവരാണ്. അന്ന് പ്രായാധിക്യം സംഭവിച്ച അദ്ദേഹത്തിൻ്റെ ആരാധകരായിട്ടുള്ള ആളുകൾ മാത്രമേ പിന്നീട് പോയിട്ടുള്ളൂ. അന്നത്തെ കൗമാരക്കാരും യുവാക്കളുമായിട്ടുള്ള ആളുകളൊക്കെ ഇന്നും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരാണ്. അവരുടെ മുമ്പിലാണ് ഈ വിവാദ പ്രസ്താവന നടത്തിയത്. അത് സോഷ്യൽ മീഡിയയിൽ വളരെ കോളിളക്കം സൃഷ്ടിക്കുകയും പ്രേം നസീറിനെ അടുത്തറിയുന്ന സിനിമാ രംഗത്തുള്ളവരും അല്ലാത്തവരുമായ ഒരു വലിയ വിഭാഗം ആളുകൾ പ്രേം നസീറുമായിട്ടുള്ള അനുഭവങ്ങളും അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവുകളുമൊക്കെ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അണിനിരക്കാൻ തുടങ്ങി. ഈ കഴിഞ്ഞ ദിവസം റിമി ടോമിന്റെ മറ്റൊരു പോസ്റ്റ് കണ്ടിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നു, മണിയൻ പിള്ള രാജു എന്ന നടനാണ് തനിക്ക് ഈ വിവരം തന്നതെന്നും ഞാൻ ആ പറഞ്ഞത് തെറ്റാണെന്നും എനിക്ക് പ്രേം നസീറിനെ കുറിച്ചൊന്നും അറിയാവുന്ന ആളല്ലെന്നും ആ പറഞ്ഞു പോയതിൽ മലയാളികളോടൊന്നടങ്കം അതിൽ വേദനിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം താണു വീണ് മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്നാൽ ഈ മണിയൻപിള്ള രാജു തന്നെ അതിനു മുൻപ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനകത്ത് ഈ റിമി ടോമിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് മണിയൻപിള്ള രാജു പോസ്റ്റ് ഇട്ടത്. താൻ ഒന്നിലധികം സിനിമകളിൽ പ്രേം നസീറുമൊത്ത് അഭിനയിച്ചിട്ടുണ്ടെന്നും അതിൽ നിന്നും അദ്ദേഹത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് തനിക്കുള്ളതെന്നും മണിയൻപിള്ള രാജു പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് പിന്നാലെ
സത്യൻ അന്തിക്കാടിന്റെ ഒരു പോസ്റ്റ് വന്നു. സത്യൻ അന്തിക്കാട് പി ചന്ദ്രകുമാറിന്റെ, പ്രശസ്ത സംവിധായകൻ പി ചന്ദ്രകുമാറിന്റെ അസിസ്റ്റന്റായി പ്രവർത്തിക്കുന്ന കാലത്ത് പ്രേം നസീറിന്റെ പടങ്ങളിൽ വർക്ക് ചെയ്തപ്പോഴുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അങ്ങനെ ധാരാളം ആളുകൾ, പ്രേം നസീർ ഒരു അഭിനേതാവ് എന്നതിനപ്പുറം എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. സ്നേഹസമ്പന്നനായ, സാമൂഹിക പ്രതിബദ്ധതയുള്ള, മനുഷ്യരോട് അങ്ങേയറ്റം കാരുണ്യമുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു. അതേക്കുറിച്ചൊരു മോശം പറയാൻ ഇന്നുവരെ ഒരാളും എവിടെയും വന്നതായി നമുക്കറിവില്ല. അദ്ദേഹം അഭിനയ രംഗത്ത് ഒരു റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു. അദ്ദേഹം അഭിനയിക്കുന്ന ആ തരത്തിലുള്ള കഥാപാത്രങ്ങളെ മലയാളത്തിലെന്നല്ല മറ്റൊരു ഭാഷാ സിനിമകളിലും അങ്ങനെ അഭിനയിക്കുന്നവർ വളരെ കുറവായിരുന്നു. ഹിന്ദിയിൽ രാജേഷ് ഖന്നയോ അങ്ങനെ അപൂർവം ചിലരൊഴികെ പ്രേം നസീർ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു. അല്ലാത്ത അഭിനയ പ്രാധാന്യമുള്ള സിനിമകളും ധാരാളമുണ്ട്. പാതിരാവും പകൽ വെളിച്ചവും, ഇരുട്ടിന്റെ ആത്മാവ്, അതുപോലെ അനുഭവങ്ങൾ, പാളിച്ചകൾ തുടങ്ങി പല സിനിമകളും നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അധികവും അദ്ദേഹം പ്രവർത്തിച്ചത് ഈ റൊമാൻറ്റിക് ഹീറോ ആയിട്ടാണ്. അത് തന്നെ നമുക്കറിയാം. അദ്ദേഹം വേൾഡ് റെക്കോർഡാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകനായി അഭിനയിച്ചതിന്. അതോടൊപ്പം തന്നെ ഒരു നായികയോടൊപ്പം, ഷീലയോടൊപ്പം ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നടനും അദ്ദേഹമാണ്. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി. എന്നാൽ അദ്ദേഹത്തിലെ വലിയ ഉദാരമതിയെ, വലിയ മനുഷ്യസ്നേഹിയെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലൂടെയാണ്. അദ്ദേഹം മരിച്ച ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹബീബ, അതുവരെ അദ്ദേഹം സ്വകാര്യമായി ഉപയോഗിച്ചിരുന്ന വീട്ടിലെ അലമാര തുറന്നപ്പോൾ ധാരാളം കത്തുകൾ അവർ കണ്ടു. ആ കത്തുകളെല്ലാം തന്നെ പലർക്കും അദ്ദേഹം സ്ഥിരമായി സഹായം അയച്ചു കൊടുക്കുന്നതിൻ്റെ കത്തുകളും മണി ഓർഡറിന്റെ ഭാഗങ്ങളുമായിരുന്നു. മെഡിസിൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കഥ തന്നെ പറയുന്നുണ്ട്. ആ പയ്യന് മെഡിസിൻ പഠിക്കുവാൻ അദ്ദേഹം എല്ലാ സഹായവും ആ പയ്യൻ അറിയാതെ തന്നെ ചെയ്തു കൊടുത്തു. എന്നിട്ട് ഹോസ്റ്റലിലുള്ളവരോടും മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്നവരോടും എല്ലാം തന്നെ അദ്ദേഹം തൻ്റെ പേര് പുറത്തുവിടരുതെന്നും രഹസ്യമായി സൂക്ഷിക്കണമെന്നും നിഷ്കർഷിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ചെറുപ്പക്കാരൻ അധികൃതരിൽ നിന്നും പ്രേം നസീറാണ് തന്നെ പഠിപ്പിച്ചതെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതും അദ്ദേഹത്തിൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിലുമൊക്കെ ആ ചെറുപ്പക്കാരൻ പോയതായിട്ട് അന്ന് പത്രത്തിൽ വായിച്ചത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ആ തരത്തിൽ വല്ലാത്ത ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ചലച്ചിത്ര നിർമ്മാതാക്കളെ അവർ പടമെടുത്ത് സാമ്പത്തികമായി പരാജയപ്പെട്ടാൽ പിന്നെ തൊട്ടടുത്ത പടത്തിൽ അദ്ദേഹം അവർക്ക് ഫ്രീ ആയി അഭിനയിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. അന്ന് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നത് പ്രേം നസീറാണ്. 1977 15 ഹിറ്റ് ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി റിലീസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ 15ഉം 20ഉം ചിത്രങ്ങളാണ് ഒരു വർഷം അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്നത്.
അത്രത്തോളം ആ മേഖലയിൽ അദ്ദേഹം തിരക്കുള്ളയാളായിരുന്നു. സിനിമാ നിർമ്മാതാക്കളെ മാത്രമല്ല, തന്നോടൊപ്പം അഭിനയിച്ചിട്ടുള്ള നടന്മാരെ, ഇപ്പോൾ തമിഴിലും മലയാളത്തിലുമൊക്കെ ഏറെ പ്രശസ്തനായി അറിയപ്പെടുന്ന അഭിനയ സാമ്രാട്ട് മുത്തയ്യ, പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയുമോ എന്ന് എനിക്കറിയില്ല. മുത്തയ്യ എന്ന് പറഞ്ഞ ഒരു മഹാനായ നടനുണ്ടായിരുന്നു. ജീവിതത്തിന്റെ സായങ്കാലത്തിൽ രോഗബാധിതനായി സിനിമയൊന്നുമില്ലാതെ വളരെ കഷ്ടപ്പെടുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്, ചികിത്സയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് പ്രേം നസീർ ആയിരുന്നു. അതുപോലെ പലരുമുണ്ട്. മുത്തയ്യയുടെ വിവരമേ പുറത്തു വന്നിട്ടുള്ളെങ്കിൽ തന്നെയും പുറത്തു വരാത്ത ഒരുപാട് ചലച്ചിത്ര പ്രവർത്തകർ, കലാകാരന്മാർ, നടന്മാർ, അണിയറ പ്രവർത്തകർ, അവരെയെല്ലാം സാമ്പത്തികമായി നിരന്തരം അദ്ദേഹം സഹായിച്ചുകൊണ്ടിരുന്നു. ആ തരത്തിലുള്ള ഒരു വ്യക്തിത്വമോ ക്വാളിറ്റിയോ മലയാള സിനിമയിൽ പിന്നീട് ഒരാൾക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. സത്യനും പ്രേം നസീറിനും ശേഷം ഒരു സ്റ്റാർഡത്തിലേക്ക് ഉയർന്നു വന്ന മമ്മൂട്ടിയും മോഹൻലാലും പോലും അവര് ഉന്നതന്മാരായ നടന്മാരാണ്. അതുപോലെ തന്നെ അവരും വളരെ വിശാല മനസ്കരും സഹായങ്ങൾ ചെയ്യുന്നവരുമൊക്കെ ആണെങ്കിൽ തന്നെയും അവരിൽ നിന്നെല്ലാം പ്രേം നസീർ എന്ന കലാകാരൻ വേറിട്ട് നിൽക്കുന്നു. മലയാളത്തിന്റെ ഗാനഗന്ധർവനായ യേശുദാസും ഭാവഗായകനായ ജയചന്ദ്രനും ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് പ്രേം നസീറിന്റെ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പ്രേം നസീറിന്റെ ചിത്രങ്ങളിലൂടെ യേശുദാസും ജയചന്ദ്രനും പാട്ടിൽ ഉന്നതങ്ങളിലേക്ക് ഉയർന്നതുപോലെ അവരുടെ പാട്ടുകളിലൂടെ പ്രേം നസീറും കൂടുതൽ ശോഭിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പരസ്പര പൂരകങ്ങളാണ് ആ കലാകാരന്മാരുടെ ആ കലാജീവിതം എന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. യേശുദാസ് പാടിയ പാട്ടുകൾക്കൊത്ത് പ്രേം നസീർ ലിപ് മൂവ് ചെയ്യുമ്പോൾ പ്രേം നസീർ തന്നെ സ്ക്രീനിൽ പാടുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. എത്രയെത്ര മനോഹര ഗാനങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. ഇന്നും സോഷ്യൽ മീഡിയയിലൂടെയും ടെലിവിഷനിലൂടെയും ഒക്കെ ഇത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാനാകാത്തതാണ്. എൻ്റെയൊക്കെ കൗമാരഘട്ടത്തിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്ന നായകനായിരുന്നു പ്രേം നസീർ. പ്രേം നസീറിന്റെ ഏതാണ്ട് എല്ലാ ചിത്രങ്ങളും കണ്ടയാളാണ് ഞാനെന്ന് എനിക്കൊരു പക്ഷേ പറയാൻ പറ്റും. ഏതെല്ലാം സിനിമകൾ പ്രേം നസീറിൻ്റെതായി ഉണ്ടെന്ന് പേര് പറഞ്ഞാൽ അതെല്ലാം ഞാൻ കണ്ട സിനിമയായിരിക്കും. അതായിരുന്നു ആ ഒരു കാലഘട്ടത്തിന്റെ ആ ഒരു പ്രായത്തിൻ്റെയും ആത്മബന്ധം എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാനൊക്കെ സിനിമ കണ്ടു തുടങ്ങുന്നത് ഏകദേശം 70-കളുടെയൊക്കെ തുടക്കത്തിലാണ്. അതിനു മുമ്പിറങ്ങിയ അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ പിൽക്കാലത്ത് ഞാൻ ദൂരദർശനിലൂടെയും അതുപോലെ തന്നെ വീഡിയോകളിലൂടെയൊക്കെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഏകദേശം അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം തന്നെ കണ്ടിരുന്നു എന്ന് പറഞ്ഞത്. അത്രത്തോളം മാനസികമായ ഒരു അടുപ്പം വളരെ കുഞ്ഞിലെ എനിക്ക് പ്രേം നസീറിനോടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ്. എൻ്റെ നാട്ടിൽ ഒരു മോട്ടൽ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ദൂരെ നിന്നാണ് കണ്ടത്. അന്ന് എൻ്റെ കൊച്ചു മനസ്സിൽ ഒരു വലിയ മോഹമുണ്ടായിരുന്നു. അദ്ദേഹത്തെ ചെന്നൊന്ന് തൊടാൻ കഴിഞ്ഞെങ്കിൽ, എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ അന്ന് സ്വപ്നം കണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള അവസരം
വലുതായിട്ടൊന്നും വൈകാതെ ദൈവം എനിക്ക് നൽകുകയുണ്ടായി. 1974 നമ്മുടെ സാംസ്കാരിക വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി ഒരു വലിയ സാഹിത്യ മത്സരം കേരളത്തിൽ നടത്തിയിരുന്നു. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കുമായി നടത്തിയ ആ മത്സരത്തിൽ ചെറുകഥയ്ക്ക് എനിക്കായിരുന്നു 1ാം സമ്മാനം. ആ സമ്മാനദാനം അന്ന് തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ സമ്മാനം നൽകിയത് പ്രേം നസീറാണ്. നസീറിന്റെ കയ്യിൽ നിന്നാണത് വാങ്ങിയത്. ആ ചടങ്ങ് കഴിഞ്ഞ് എല്ലാവരും വിശ്രമിക്കുന്ന സമയത്ത് ഞങ്ങൾ വിജയികളായ കുട്ടികളെയൊക്കെ അദ്ദേഹം അടുത്തേക്ക് വിളിച്ച് കുശലാന്വേഷണങ്ങൾ നടത്തുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം സംസാരിക്കാനുള്ള ഭാഗ്യവും അന്ന് എനിക്ക് ലഭിച്ചു. പിൽക്കാലത്ത് ഗൾഫിൽ വെച്ചും മറ്റും പല പരിപാടികളിൽ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തോട് ഇടപഴകാനും ഉള്ള സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. 1989 അദ്ദേഹം മരണപ്പെടുന്നത്. ഇവിടെ റിമി ടോം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് സിനിമകൾ കുറഞ്ഞതല്ല, അദ്ദേഹം സിനിമകൾ കുറച്ചതാണ്. അദ്ദേഹം ലോകത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും പോയി കണ്ടിട്ടുണ്ട്. പിന്നെയും കാണാൻ ബാക്കി കിടക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. അവിടെ പോകണമെന്നുള്ള അദ്ദേഹത്തിന്റെ കാലേ കൂട്ടിയുള്ള ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവസാന നാളുകളിൽ സിനിമകളുടെ എണ്ണം കുറച്ചത്. അങ്ങനെ അദ്ദേഹം മാസങ്ങളോളം സിനിമയിൽ നിന്ന് വിട്ടുനിന്നിട്ട് വിദേശയാത്ര നടത്തുകയും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരാനുള്ള അദ്ദേഹത്തിന്റെ പരിപാടികൾ അത് വളരെ നേരത്തെ തുടങ്ങിയതാണ്. പക്ഷെ അതിൽ ചേരുന്നതും പ്രവർത്തനം തുടങ്ങുന്നതും ഒക്കെ അദ്ദേഹം മാറ്റിവെച്ചത് ഈ വിദേശയാത്ര പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും അന്നൊരു ഇലക്ഷൻ ടൈമാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധി മരണപ്പെട്ട് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പാണെന്നാണ് തോന്നുന്നത്. എനിക്കത് കൃത്യമായി ഓർമ്മയില്ല. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇലക്ഷൻ പ്രചരണത്തിന് നമ്മുടെ നാട്ടിലൂടെയൊക്കെ വാഹനത്തിൽ സഞ്ചരിച്ച ആളാണ്. പല സ്ഥലങ്ങളിലും വന്ന് അദ്ദേഹം പ്രസംഗിച്ചു. വലിയ ക്യാമ്പയിനായിരുന്നു പ്രേം നസീറിൻ്റെത്. പക്ഷേ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ രംഗം അത്ര തൃപ്തിയല്ലാതെ തോന്നുകയും അതിൽ നിന്ന് പിന്നോട്ടു മാറി സിനിമയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് രോഗമുണ്ടാവുകയും ന്യൂമോണിയ ബാധിച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ചിത്രം. ഈ കാര്യങ്ങളൊക്കെ മലയാളിക്ക് മനഃപ്പാടമാണ്. അത്രത്തോളം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന സിനിമാ സ്നേഹികളാണ് മലയാളികൾ. ഒരു വിവാദത്തിലൂടെയാണെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുവാനും ചില ഓർമ്മകൾ പങ്കുവെക്കുവാനും സാഹചര്യമുണ്ടായതിൽ ഞാനും സന്തോഷിക്കുന്നു. നിങ്ങളുടെ എല്ലാം സ്നേഹപൂർണമായ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.